യാത്രകൾ മനുഷ്യനെ മാറ്റും എന്ന് കേട്ടിട്ടുള്ളത് എത്രയോ ശരിയാണ്. താഴെ പറയുന്ന കാറ്റഗറിയിൽ ഏതാണ് നിങ്ങൾ? റിട്ടയർഡ് ലൈഫ് നയിക്കുന്ന വ്യക്തി, ഈ അടുത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച കപ്പിൾ, ബിസിനസ് സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ഒരാൾ, മോണോട്ടോണസ് ലൈഫ് നയിക്കുന്ന വീട്ടമ്മ, വൈബ്രന്റ് മൈൻഡായ കോളേജ് സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് ലൈഫ് മടുത്ത് ഹൈറൈസ് സിറ്റികളിൽ ജീവിക്കുന്ന വ്യക്തി. നിങ്ങളുടെ ജീവിതാന്തസ് എന്തുമായിക്കൊള്ളട്ടെ, ലൈഫിലെ നിങ്ങളുടെ അംബിഷൻസ് നടന്നാലും ഇല്ലെങ്കിലും ഒരു സർട്ടൻ പോയിന്റ് എത്തി തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് ഇല്ലാതിരിക്കാൻ ഉള്ള ഒരു ബേസ് ലൈൻ സൊല്യൂഷൻ പറയട്ടെ. ട്രാവൽ ചെയ്ത് മെമ്മറീസ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ കരുതി വെക്കുക. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ലോഗിൽ സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കായ മീശപ്പുലിമലയിലേക്കാണ് നമ്മുടെ യാത്ര. ചാർലി സിനിമയിൽ ദുൽഖർ സൽമാൻ പറയുന്ന ആ ഡയലോഗ് ആർക്കാ ഓർമ്മയില്ലാത്തത് അല്ലേ? മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റിന്റെ എക്കോ ടൂറിസം പദ്ധതിയുടെ മൂന്നാർ പാക്കേജ് ആണ് മീശപ്പുലിമല വൺ ഡേ ട്രക്കിംഗ് ട്രിപ്പ്. ഇങ്ങനെയാണ് ഫുൾ സ്കെഡ്യൂൾ. ടിക്കറ്റ് ഡയറക്റ്റായി വെബ്സൈറ്റിൽ നിന്ന് ബുക്ക് ചെയ്യാം. ടാറ്റ ടിഗോർ ഇലക്ട്രിക് വെഹിക്കിളിൽ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങി. അടിമാലിയിൽ കാർ ചാർജിങ്ങിനായി നിർത്തി ഞങ്ങളും ഒരു ലഞ്ച് ബ്രേക്ക് എടുത്തു. ഗൈസ്, നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് ചാർജിന് ശേഷം. ഈ യാത്രയിൽ വാഹന ലോകത്തെ പറ്റിയുള്ള എന്റെ 2 കാഴ്ചപ്പാടുകൾ മാറി മറിഞ്ഞു. ഇലക്ട്രിക് വെഹിക്കിൾ ആക്സിലറേഷൻ ഒരു ഹരമായി മാറി. EVയിൽ കിട്ടുന്ന ഇൻസ്റ്റന്റ് ടോർക്ക് പെട്രോൾ ഡീസൽ കാറുകളിൽ കിട്ടില്ല. ഓഫ് റോഡിങ്ങിന് പഴയ റഗ്ഡ് ഫീൽ തരുന്ന ക്ലാസിക് ജീപ്പ് തന്നെയാണ് ഏറ്റവും ഉത്തമം. ക്ലാസിക് ജീപ്പിനോട് ആരാധന തോന്നിയ നിമിഷം. അടിമാലി തൊട്ട് മൂന്നാർ വരെ റോഡ് പണി നടക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രൊജക്ട് ആണെങ്കിലും വർക്ക് മന്ദഗതിയിലാണ്. ഉച്ചയ്ക്ക് 2:30 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസിൽ ഞങ്ങൾ എത്തി. കാർ പാർക്ക് ചെയ്തു, പാസ് കളക്ട് ചെയ്തു. ഇനി ജീപ്പിലാണ് യാത്ര. ജീപ്പ് സഫാരിക്ക് അപ്പ് ആൻഡ് ഡൗൺ 3000 രൂപയാണ് ചാർജ്. മൂന്നാർ മീശപ്പുലിമല പോകും വഴി കാണുന്ന ഈ തേയിലത്തോട്ടങ്ങൾ കണ്ണൻ ദേവൻ ഗ്രൂപ്പിന്റെയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾക്കും ഭാഗിക ഉടമസ്ഥാവകാശമുണ്ട്. ആദ്യ കാഴ്ചയിൽ കാട്ടുതീ ആയി തോന്നിയെങ്കിലും ടീ എസ്റ്റേറ്റുകളിൽ കൃഷിക്കാർ കൺട്രോൾഡ് ആയി തീയിടുന്നതാണ്. ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള സൈലന്റ് വാലിയിലെ പോപ്പുലർ ആയ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഇത്. ജീപ്പ് സഫാരിക്കിടയിൽ ഇവിടെ ഒരു ടീ ബ്രേക്കിനായി നിർത്തി. ചാടിച്ചാടി നമ്മൾ തളർന്നിരിക്കുകയാണ് ഗൈസ്. ബേസ് ക്യാമ്പിൽ ഞങ്ങൾ എത്തി. സത്യം പറഞ്ഞാൽ ഈ ജീപ്പിലെ ഓഫ് റോഡ് സവാരി ഒട്ടും കംഫർട്ടബിൾ അല്ല കേട്ടോ. മീശപ്പുലിമലയിൽ വരുന്ന എല്ലാ സന്ദർശകരും ഇവിടെ ബേസ് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ID കാർഡ് നിർബന്ധമായും കരുതണം. മൂന്നാറിന്റെ തണുപ്പിൽ 6000 അടി ഉയരത്തിൽ ഔട്ട്ഡോർ ക്യാമ്പിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാണുന്ന ടെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. 2 പേർക്ക് 4000 രൂപ എന്നതാണ് നിരക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ റൂം ഓർ കോട്ടേജ്. 8000 അടി ഉയരത്തിൽ ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെയാണ് റോഡോ മാൻഷൻ എന്ന പേരിൽ ഈ സ്റ്റേ ഒരുക്കിയിരിക്കുന്നത്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും റൂം ഓർ കോട്ടേജ് ഓപ്ഷനാണ് ഉചിതം. വേനൽക്കാലത്തും ജാക്കറ്റും ബ്ലാങ്കറ്റും ഉണ്ടായിട്ടും രാത്രിയിലെ തണുപ്പ് ഞങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിരുന്നു. ഓ 6000 അടിയിലെ ബേസ് ക്യാമ്പിൽ നിന്ന് 8000 അടിയിൽ സ്ഥിതി ചെയ്യുന്ന റോഡോ മാൻഷൻ സ്റ്റേയിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. ഓഫ് റോഡ് ട്രാക്ക് അല്പം കൂടി മോശമായി. 6000 അടിക്ക് മുകളിൽ ചായ കാപ്പി ചെടികൾക്ക് വളരാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇനി മുകളിലേക്ക് ടീ എസ്റ്റേറ്റുകൾ കാണില്ല, പകരം കാട്ടുചെടികൾ മാത്രമാണ് കാണുക. ഒരു 5 മണിയോടെ ഞങ്ങൾ റോഡോ മാൻഷൻ എത്തി. ലക്ഷറി റിസോർട്ടൊന്നുമല്ല, എങ്കിലും അത്യാവശ്യം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫുള്ളി സോളാർ പവേർഡ് ആണ്. ചെല്ലുമ്പോൾ തന്നെ ക്യാൻറ്റീനിൽ ചെറിയ റിഫ്രഷ്മെന്റ്സ് ഒരുക്കിയിട്ടുണ്ടാവും. കട്ടൻ ചായയും സ്നാക്സും കഴിച്ചു ഞങ്ങൾ. സ്റ്റേനെ പറ്റി ഇൻസ്ട്രക്ഷൻസ് തരാൻ ട്രെയിൻഡ് സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. 8000 അടി മുകളിലുള്ള റോഡോ മാൻഷൻ സ്റ്റേ ചൂസ് ചെയ്യുന്നവർക്ക് ഒരു 1/2 കിലോമീറ്റർ ട്രെക്കിംഗ് ചെയ്താൽ ആദ്യത്തെ മലമുകളിലെത്തി നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാം. നമുക്ക് എവരിഡേ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല. 8000 അടിക്ക് മുകളിൽ ശ്വാസം എടുക്കുമ്പോൾ ഭൂനിരപ്പിൽ കിട്ടുന്ന 75% ഓക്സിജൻ മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ട്രെക്കിംഗ് ചെയ്യുമ്പോൾ ഡീപ് ബ്രീത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൺസെറ്റ് പോയിന്റ് എത്തി. ഇതാണ് നാളത്തെ ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും. മീശപ്പുലിമലയുടെ ഒരു സിലൂട്ട് ലുക്കാണ് ഈ കാണുന്നത്. ആ 8 മലകളിലൂടെയാണ് നാളത്തെ ട്രെക്കിംഗ് റൂട്ട്. ഈ കാണുന്ന കുഞ്ഞു തടാകത്തിൽ ആനയും കടുവയും ഒക്കെ വെള്ളം കുടിക്കാൻ വരുമത്രേ. കാഴ്ചയിൽ നാട്ടിലെ ആടുകളെ പോലെ തോന്നുമെങ്കിലും വംശനാശം നേരിടുന്ന നീൽഗിരി താർ അഥവാ വരയാടുകളാണ് ഇത്. 4000 അടിക്ക് മുകളിൽ പാറക്കെട്ടുകൾക്കിടയിലും ചെരിഞ്ഞ പുൽമേടുകളിലുമാണ് ഇവയുടെ വാസസ്ഥലം.
മല ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഉണങ്ങിയ ചരൽ പ്രതലത്തിൽ തെന്നാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ മൊബൈൽ റേഞ്ച് കിട്ടില്ല. ഇമ്പോർട്ടന്റ് കോൾസ് ആൻഡ് മെസ്സേജസ് അയക്കേണ്ടവർ താഴെ ജീപ്പ് സഫാരി തുടങ്ങും മുമ്പേ അയക്കാൻ ശ്രദ്ധിക്കുക. 7 മണിക്ക് ശേഷം വുഡൻ ഹൗസ് ക്യാമ്പ് ഫയറും 8 മണിയോടെ ഡിന്നറും ഉണ്ടാകും. നല്ല ഹോം മെയ്ഡ് സാലഡും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഒക്കെ മതിയാവോളം എടുക്കാം. ഒരു 5:30 മണിക്ക് എണീറ്റ് ബ്രെഡും ജാമും മധുരം കൂടിയ കട്ടൻ ചായയും കുടിച്ച് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ട്രക്കിങ്ങിന് ക്വിക്ക് എനർജി നൽകാൻ നല്ല കാർബോഹൈഡ്രേറ്റ്സ് നിറഞ്ഞ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. ഈവൻ ഡയബറ്റിക് ആയവർ പോലും കുറച്ച് ഓറഞ്ചും സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ് പോലുള്ള ചോക്ലേറ്റുകൾ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്നലെ കയറിയ സൺസെറ്റ് പോയിന്റിലേക്ക് ഒരു 1/2 കിലോമീറ്റർ കയറണം. ഇവിടുന്നാണ് സൺറൈസ് കണ്ട് 7 മണിക്ക് ഷെഡ്യൂൾ പ്രകാരം ട്രക്കിംഗ് തുടങ്ങുക. മുന്നിലും പിന്നിലും ഓരോ ഗൈഡ് വീതമാണ് ഉണ്ടാവുക. ആ കാണുന്ന പോയിന്റ് ആണ് സൺറൈസ്. അവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടും ക്ലൗഡി അല്ലാത്ത നല്ല ക്ലിയർ സൺറൈസ് കാണാൻ പറ്റി. കോടമഞ്ഞില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. സൺറൈസ് സുന്ദരമായതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഒരല്പം കൂടി കഴിഞ്ഞാൽ പൊരിഞ്ഞ ചൂടായിരിക്കും എന്ന്. അതുകൊണ്ട് 7 മണിക്ക് മുൻപേ ഞങ്ങൾ ട്രക്കിംഗ് ആരംഭിച്ചു. ആദ്യം തന്നെ നല്ല ഇറക്കമാണ്. ചരൽ നിറഞ്ഞ വഴി. വീഴുന്നതിലും റിസ്ക് ആണ് ഉരുണ്ടു പോകാതെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കുക എന്ന്. ഇങ്ങനെയാണ് ട്രക്കിംഗ് ട്രാക്ക്. 9000 അടി ആയതുകൊണ്ട് മരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ ഹിൽ സ്റ്റൈൽ ട്രക്കിംഗ് ആണ് മീശപ്പുലിമലയിലൂടെയുള്ള നടത്തം. ആ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന പീക്കാണ് മീശപ്പുലിമലയിലെ വ്യൂ പോയിന്റ്. മേഘങ്ങൾ രൂപപ്പെടുന്ന 4500-6000 അടിക്ക് മുകളിൽ 8000 അടിയിൽ ആണ് മീശപ്പുലിമല നിൽക്കുന്നത്. അതുകൊണ്ട് മേഘങ്ങൾക്ക് മുകളിൽ നിന്ന് കാണുന്ന സൺറൈസ് ഒരു മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഒന്ന് തീരും മുമ്പ് അടുത്തത് വന്നു കഴിഞ്ഞു. പോകും വഴി ഒരു അരുവി കണ്ടു. നല്ല തണുത്ത വെള്ളം. ഒന്ന് കൈ കഴുകി. ഈ വെള്ളം കുടിക്കാൻ സേഫ് ആണെന്നാണ് ഗൈഡ് പറഞ്ഞത്. സൺസ്ക്രീനൊക്കെ ഇട്ട് യാത്ര തുടരുകയാണ് നമ്മൾ. അതിൽ നമുക്ക് കഴിക്കാനെന്താ ഉള്ളത്? വാവ്, കിറ്റ്കാറ്റ് ആൻഡ് ഓറഞ്ച്. നല്ല പൊരിഞ്ഞ വെയിലത്ത് നടക്കുമ്പോൾ ഇങ്ങനെ ഷെയ്ഡ് കിട്ടുമ്പോഴാണ് ചുറ്റുമുള്ള മലകൾ നോക്കി എൻജോയ് ചെയ്യാൻ പറ്റിയത്. അതിലെ ഇവിടെ കാട്ടാനും പുലിയും കടുവയൊക്കെ വരുന്നു. ഒരു ഹാർട്ട് ഷേപ്പ് ആകൃതിയിൽ ഉള്ള ഈ കുളത്തിൽ കാട്ടാനയും കടുവയും വരയാടും ഒക്കെ വെള്ളം കുടിക്കാൻ വരുമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ ഒന്നും കണ്ടില്ല. എന്തോ മരച്ചില്ലയാണ്. നല്ല പോളിഷ് ചെയ്തെടുത്ത പോലെ ഷൈനിങ്. ഒരു 8 കിലോമീറ്ററിന് മുകളിൽ വരുന്ന ട്രക്കിംഗ് പാത്തിൽ ഭൂരിഭാഗവും ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് ആണ്. നടന്ന് ടയേർഡ് ആയപ്പോൾ അഡ്വഞ്ചർ ഫീലിംഗ് ഒക്കെ മാറി ഒരു കുരിശുമല കയറുന്ന വൈബിലേക്ക്. അതിലെ അടുത്ത ഓറഞ്ച് പിറ്റ് സ്റ്റോപ്പ് എപ്പോഴാ? കിറ്റ്കാറ്റ്. ക്വിക്ക് എനർജി നൽകുന്ന ഓറഞ്ചും ചോക്ലേറ്റും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുവന്നാൽ തീരെ എക്സോസ്റ്റഡ് ആകാതെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് കംഫർട്ടബിൾ ആയ സ്പീഡിൽ ട്രക്കിംഗ് ചെയ്യാം. ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിൽ ദുൽഖർ ഓടുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മീശപ്പുലിമല ട്രക്കിംഗ് ഇതുവരെ ഓക്കെയാണ്. നമ്മൾ ഹാഫ് വേ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഓറഞ്ചും കിറ്റ്കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സുഖമായി കവർ ചെയ്യുമെന്നാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇത് തണുത്തിട്ടല്ല ഇങ്ങനെ തല മൂടിയിരിക്കുന്നത്. നല്ല നട്ട വെയിലടിക്കുന്നുണ്ട് അവിടുന്ന്. ഇതാണ് അപ്പുറം മീശപ്പുലിമല. അങ്ങനെ ഞങ്ങൾ മീശപ്പുലിമലയുടെ ഏറ്റവും ഉയർന്ന പീക്കിൽ എത്തി. സൗത്ത് ഇന്ത്യയിലെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ് ഇത്. 8660 അടി. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ഉയരമുള്ള കൊടിമുടികളാണ് ചുറ്റിലും. കൊളുക്കുമല, വട്ടവട വ്യൂ പോയിന്റുകൾ ആ കാണുന്ന മലകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ട്രെക്കിംഗ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് ഗൈഡ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ചൂടായതുകൊണ്ട് അധികം നേരം അവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ തിരിച്ചു നടന്നു. ഇനി കൂടുതലും ഇറക്കമാണ്. ഇവിടെയൊക്കെ എത്തിയപ്പോൾ കാൽമുട്ട് വേദനിക്കാൻ തുടങ്ങി. കുറച്ച് പ്രായമായവർക്ക് മീശപ്പുലിമല ട്രക്കിംഗ് അത്ര എളുപ്പമാകില്ല. ട്രിപ്പ് വരാൻ പ്ലാൻ ഇടുന്നവർ ഒരാഴ്ച നടന്നും ജോഗ് ചെയ്തുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. യൂറോപ്പിലൊക്കെ കാണുന്നത് പോലത്തെ ഗ്രാസ് ലാൻഡുകളും പൈൻ മരങ്ങളും ഒക്കെയാണ് ഇനി അങ്ങോട്ട്. 8000 അടിയാണെങ്കിലും ഇവിടെ വളരുന്ന ഹെർബ്സ് പോലത്തെ ചെടികളാണ് ഇവിടുത്തെ വരയാടുകളുടെ പ്രധാന ഭക്ഷണം. ഫോണിന്റെ റേഞ്ച് കൂടി ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ഐസൊലേറ്റിംഗ് എക്സ്പീരിയൻസ് അല്ലേ. ഔട്ട് ഓഫ് ദ വേൾഡ്. എന്താണ് ഡിജിറ്റൽ ഡീടോക്സ് അല്ലേ? ശരിയാ, ഡിജിറ്റൽ ഡീടോക്സ് ആഗ്രഹിക്കുന്നവർ വരിക മീശപ്പുലിമലയിലേക്ക്. അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്താലും ചെറിയൊരു ഡീടോക്സ് ലഭിക്കുന്നതായിരിക്കും. മുന്നോട്ട് നടന്നപ്പോൾ പലതരം കാൽപ്പാടുകൾ കണ്ടു. കാട്ടുപോത്തിന്റെ ആണോ വരയാടിന്റെ ആണോ കടുവയുടേതാണോ എന്ന് അറിയില്ല. ഈ ട്രിപ്പിന്റെ ഓർമ്മയ്ക്കായി ഞാനൊരു പൈൻ കോൺ എടുത്തു. അതിലെ എളുപ്പല്ലേട്ടാ. മീശപ്പുലിമല ട്രെക്കിങ്ങിന് വേണ്ടി മാത്രം ചെന്നൈയിൽ നിന്ന് വന്നതാണ് ഈ ജെൻസി കപ്പിൾ. പേരെന്താ? പ്രസാദ്.
പ്രസാദ്, ധാരണി. ധാരണി. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്താറായി. നമ്മുടെ കോട്ടേജ് ആണ് ആ കാണുന്നത്. ആക്ച്വലി ഈ ട്രെക്കിംഗ് ഒരു റൗണ്ട് ട്രിപ്പ് പാറ്റേൺ ആണ്. സൺറൈസ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഫസ്റ്റ് ഹാഫ് മീശപ്പുലിമലയുടെ ഏറ്റവും ഉയർന്ന പീക്കിലേക്കും പിന്നീട് തിരിച്ചുള്ള നടത്തവുമാണ്. ടോട്ടൽ വാക്കിംഗ് ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്ററിന് മുകളിൽ നടക്കാനുണ്ട്. 10 ഹെക്ടർ 25 ഏക്കറോളം വരുന്ന ഇന്നത്തെ ട്രെക്കിംഗ് ഏരിയ ഉൾപ്പെടുന്ന ഈ സ്ഥലം നീൽഗിരി താർ അഥവാ വരയാടുകളുടെ സംരക്ഷണ മേഖലയാണ്. ഇതിനായി കേരള ഗവൺമെന്റിന് യുണൈറ്റഡ് നേഷൻസിൽ നിന്ന് ഫണ്ട്സ് വരുന്നുണ്ട്. പെട്ടെന്ന് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഞെട്ടി. ഈ അടുത്ത് കടുവ പിടിച്ചു തിന്ന ഒരു വരയാടിന്റെ സ്കെലറ്റൻ റിമെയിൻസ് ആണ് ഈ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയല്ലേ ഈ പൈൻ ട്രീസ്. മൂന്നാറിന്റെ ഒരു ഹൈലൈറ്റ് ആണിത്. ട്രക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. പുട്ടും കടലയും ഇത്ര രുചിയോടെ ഞാൻ കഴിച്ചിട്ടേയില്ല. നമ്മുടെ വീട്ടിലെ പൂച്ചയും പട്ടിയും പോലെയൊക്കെ തന്നെ ഇവർക്കും അത്യാവശ്യം ബുദ്ധിയുണ്ട്. എന്നും ഉച്ചയാകുമ്പോൾ കൃത്യമായി ഈ വരയാടുകൾ ക്യാൻറ്റീൻ്റെ സൈഡിലെത്തും. ട്രക്കിംഗ് കഴിഞ്ഞ് വരുന്ന ഗസ്റ്റുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാക്കി വരുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാഫുകൾ കൊടുക്കുന്ന ഫുഡ് വരയാടുകൾ കൂട്ടം ചേർന്ന് ക്ഷമയോടെ കഴിക്കുന്നതാണ് ഈ കാണുന്നത്. ആദ്യമേ കഴിച്ച് വിശ്രമിക്കുന്ന ഒരു മുട്ടന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. കാട്ടിൽ വളരുന്ന ആടായതുകൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുമോ എന്നൊരു പേടിയുണ്ടെങ്കിലും ഞാനൊന്ന് തൊട്ടു നോക്കി. മുട്ടൻ അത് ഇഷ്ടമായി എന്ന് തോന്നുന്നു. റെസ്റ്റ് എടുക്കാണ് ഫുഡ് കഴിച്ചിട്ട്. യെസ്, അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ യാത്ര തിരിച്ചു. ഒരു 12 മണിക്കൂർ മൊബൈൽ റേഞ്ച് ഇല്ലാതെ ട്രക്കിംഗ് നടത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ മിസ് ചെയ്ത പോലൊരു ഫീലിംഗ് ആയിരുന്നു. മാജിക്കൽ സൺറൈസും ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ഒക്കെ കണ്ടെങ്കിലും ഇത്രയും പെട്ടെന്ന് മൊബൈൽ റേഞ്ച് ഉള്ളിടത്ത് എത്തി വീട്ടിൽ വൈഫിനെയും പപ്പയും മമ്മിയെയും ചേട്ടനെയും ഒക്കെ വിളിക്കണം എന്നായിരുന്നു മനസ്സിൽ. എന്താ ഓഫ് റോഡ് അല്ലേ? മഴക്കാലത്ത് ഒന്നുകൂടി മോശമായിരിക്കും. ജീപ്പ് ഓടിച്ച ചേട്ടൻ പറഞ്ഞത് ഈ ട്രെയിൽ ഇങ്ങനെ ഓഫ് റോഡായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്നാണ്. സത്യമാണോ എന്നറിയില്ല. നല്ല പൊടി ജീപ്പിന്റെ ബാക്കിൽ നിന്ന് അടിക്കുന്നത് കൊണ്ട് ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു മാസ്ക് എടുത്തിട്ടു. ജീപ്പ് സഫാരി കഴിഞ്ഞ് വൈകിട്ട് ഒരു 4 മണിയോടെ ഞങ്ങൾ കാർ പാർക്കിങ്ങിലെത്തി. ഞങ്ങൾക്കെല്ലാവർക്കും മീശപ്പുലിമലയിലേക്കുള്ള ഈ മൂന്നാർ യാത്ര അതിമനോഹരമായ ഒരു അനുഭവമായി മാറി.